والشكر لله والشكر لله شكرا شكرا. الله أكبر الله أكبر كبيرا كبيرا والحمد لله كثيرا. سبحان الله بكرة وأصيلا لا حول ولا قوة إلا بالله. نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وأحسن الحديث كتاب الله وأصدق الحديث هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ സർവമേഖലകളിലും രഹസ്യ പരസ്യ ജീവിതത്തിൽ, വ്യക്തി കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിരോധനങ്ങളും പരമാവധി പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അതിൻ്റെ ഫലമെന്നോണം നാളെ റബ്ബിൻ്റെ വിചാരണയുടെ നാളിൽ വിജയം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ജീവിതം അത് എപ്പോഴും വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. എല്ലാവരും പലതരത്തിലുള്ള പരിശ്രമങ്ങളിലാണ്. ഒരു പരാജയത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് വഴിമാറി പോകാതിരിക്കുവാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ കുടുംബത്തിലും മക്കളുടെ വിദ്യാഭ്യാസത്തിലും കച്ചവടത്തിലും എല്ലാ മേഖലകളിലും ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് നമ്മളെല്ലാം. എന്നാൽ മരണാനന്തര ജീവിതത്തിലുള്ള ഒരു ദുരന്തം അത് സംഭവിക്കാതിരിക്കുവാൻ ആവശ്യമായ മുൻകരുതലുകൾ, അതിനുവേണ്ടി ആവശ്യമായ നടപടിക്രമങ്ങൾ അത് പാലിക്കുന്നിടത്തും, അത് സൂക്ഷ്മത പുലർത്തുന്നിടത്തും, അതിന് ആവശ്യമായത് സ്വരുക്കൂട്ടുന്നിടത്തുമൊക്കെ സമൂഹം വളരെ പിറകിൽ. ദുരന്തം, മരണം അത് ഏതു സമയവും നമ്മെ പിടികൂടാവുന്നു. മരണം സംഭവിച്ചതിന് ശേഷം പിന്നീട് ദുരന്തത്തിൽ നിന്ന് മോചനത്തിന്, സഹായത്തിന് ആരും ഉണ്ടാവുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഅഖദു മിൻഹാ അദൽ വലാ ഹും യുൻസറൂൻ. സൂറത്തുൽ ബഖറയുടെ 48-ാമത്തെ ആയത്തിലൂടെ ഒരാളും ഒരാളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരമെടുക്കാൻ കഴിയാത്ത, ആരിൽ നിന്നും ശഫാഅത്തിനെ സ്വീകരിക്കാത്ത ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അതിൽ ഇങ്ങോട്ട് എന്തെങ്കിലും പ്രായശ്ചിത്തം സ്വീകരിച്ച് അങ്ങോട്ട് പകരം അവൻ ചെയ്തതൊക്കെ മറന്നു കളയുന്ന, ഒരു പകരം കൊടുത്തുകൊണ്ട് നേടിയെടുക്കാൻ
സാധിക്കുന്നതല്ല പരലോകത്തെ വിജയം എന്ന് പറയും. പരലോകത്തെ വിജയത്തിനുള്ള അടിസ്ഥാനം ഒരു യഥാർത്ഥ വിശ്വാസിയായി അവൻ ജീവിക്കുക എന്നുള്ളതാണ്. നാം യഥാർത്ഥ വിശ്വാസികളാണോ എന്ന് നമ്മൾ നമ്മെ വിലയിരുത്തേണ്ടത്, പരിശോധിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ, ചൊവ്വായ ഒരു ജീവിതത്തെ, പരലോകത്തെ വിജയത്തിന് നിദാനമായ ഒരു ജീവിതത്തെ, ദുരന്തങ്ങൾ നഷ്ടങ്ങൾ വരാതെയുള്ള ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ അവനിൽ 4 ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. 4 ഗുണങ്ങൾ. ഖുതുബ ഒന്നാമത്തെ ഖുതുബയാണ്. ആ 4ഉം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചേർത്തി 5, 6, 7 ഖുതുബകൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 1 ഇൽമാണ്, വിവരം. ഇൽമ് ഉണ്ടാവേണ്ടത് 3 മേഖലയിലാണ്. 4 ഗുണങ്ങളിൽ ഉണ്ടാവേണ്ടതിൽ 1 ഇൽമ്, 2 അമലാണ്. ഇൽമുണ്ടാവണം, അമലുണ്ടാവണം. ഇൽമു അമലുണ്ടായ പോരാ. ദുരന്തം വരാതിരിക്കണമെങ്കിൽ ആ താൻ മനസ്സിലാക്കിയ, താൻ അമല് ചെയ്യുന്നതിലേക്കുള്ള ക്ഷണം, ദഅവത്ത്, അതും ഉണ്ടായിരിക്കും. ആ മേഖലയിലുള്ള സ്വബർ 4മത്തേതാണ്. 1ാമത്തെ മേഖല ഇൽമാണ്. ഇൽമ് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്. 2 മഅരിഫത്തു നബി, അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ട്. വമഅരിഫത്തു ദീനുൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ച്, ഹലാല് ഹറാമിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ജ്ഞാനമുണ്ടായി. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അമല് ചെയ്യേണ്ടത്. അമല് അവനവൻ തോന്നുന്നത് പോലെയല്ല നിർവഹിക്കേണ്ടത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഉസൂൽ സലാസ എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ചു കൃതി, അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഫൈദാ ഖൈല ലക മൽ ഉസൂലു സലാസത്തു അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫത്തുഹാ. ഒരു മനുഷ്യൻ അവൻ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഏതാണ് എന്ന് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫഖൽ, നീ പറയണം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വനബിയഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവാണ് അവനിൽ ഉണ്ടാവേണ്ടത് എന്ന്. 4 കാര്യങ്ങൾ ഉണ്ടായാലേ വിശ്വാസം ശരിയാവൂ, നഷ്ടം സംഭവിക്കാതിരിക്കുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, സൂറത്ത് അസ്ർ 103-ാമത്തെ അധ്യായം. നമ്മൾ നിരന്തരമായി പലപ്പോഴും കേൾക്കുകയും അറിയുകയും ഓതുകയും മനപ്പാടം ഒക്കെ ഉള്ള സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹ് പറയുന്നത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവനായിരുന്നാലും ശരി, മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ ദുരന്തത്തിലായിരിക്കുമെന്ന്. അതിൽ നിന്ന് മോചനമുള്ളത്, ആ ദുരന്തം സംഭവിക്കാതിരിക്കുക, ഇല്ലല്ലദീന ആമനു, വിശ്വാസമുള്ള ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, ആ വിശ്വാസത്തിന്റെ കൂടെ സ്വാലിഹത്തായിട്ടുള്ള സൽക്കർമ്മങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. വതവസൗ ബിൽ ഹഖ്, അവൻ സത്യത്തിലേക്ക്, നന്മയിലേക്ക്, ഹഖിലേക്ക് ക്ഷണിക്കുന്നവനായിരിക്കണം. വതവസൗ ബിസ്സബ്ർ, അവർ ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുന്ന ആളുകളുമായിരിക്കണം എന്നുള്ളതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ സൂറത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ, ഈ സൂറത്തിനെ കുറിച്ച് ആളുകളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ലവസിഅതുഹും, അവർക്ക് അത് മതിയായതാണ്, പൂർണ്ണമാണ്. ഇത് മാത്രം ഖുർആനിലുണ്ടെങ്കിൽ അത് തന്നെ ദീനിന്റെ പൂർത്തീകരണമാണ് എന്ന് പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. എന്തിനാ ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവുണ്ടാവുന്നത്? ഇന്ന് അല്ലെങ്കിൽ നാളെ മരിച്ച് ഖബറിലെത്തിയാൽ അവിടെയുള്ള ചോദ്യത്തില് 3 ചോദ്യങ്ങൾ, മരിച്ച് ഖബറടക്കം ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ബന്ധുമിത്രാദികളൊക്കെ തിരിച്ചുപോയി അവനവൻ മാത്രമായി ആ ഇടുങ്ങിയ കല്ലറ കൂട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ അവിടെ അഭിമുഖീകരിക്കേണ്ട 3 ചോദ്യങ്ങൾ ഈ ഇൽമ് കരസ്ഥമാക്കണം എന്ന് പറഞ്ഞ വിഷയത്തിലുള്ള ചോദ്യമാണ്. ദുനിയാവിൽ വെച്ച് ആ മേഖലയിൽ അറിവ് നേടിയവൻ അവൻ പറയും, റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ്, വദീനി അൽ ഇസ്ലാം വനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദ് നബിയാണ് എന്റെ പ്രവാചകൻ, ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന്. ഇതേ സംബന്ധിച്ചുള്ള ഇൽമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, അവൻ പറയും ലാ അദ്രി, ലാ അദ്രി, എനിക്കറിയുകയില്ല എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് ഈ വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിയണം. ഖുതുബക്ക് ഒരു സമയപരിധിയുണ്ട്, വളരെ ചുരുങ്ങിയ ഒരു സമയം.
അള്ളാഹിനെ പൂർണ്ണമായിട്ടൊന്നും ഖുതുബയിലൂടെ 1, 2, 3, 10 ഖുതുബയിലൂടെ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ അള്ളാഹിനെ കുറിച്ച് അറിയണം എന്ന ഒരു വസിയത്ത് നൽകാൻ മാത്രമേ ഖുതുബയിലൂടെ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. ആരാണവൻ? അവൻ റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ്. എന്താ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ? അവയെ സൃഷ്ടിക്കുകയും അവയെ നിയന്ത്രിക്കുകയും അവയെ സംവിധാനിക്കുകയും അവയെ ശരിപ്പെടുത്തുകയും അതിനെ കൊണ്ടു നടക്കുകയും ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകുകയും ജീവനുള്ളവയെ അവയുടെ ജീവനെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവക്ക് വീണ്ടും ജീവൻ ആവർത്തിച്ചു നൽകുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു അറിവ്, ഒരു വിജ്ഞാനം, ഒരു ബോധം, ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെള്ളിയാഴ്ചകളിൽ സൂറത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ 2ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യാറുള്ള, പ്രവാചകന്റെ പാരായണത്തിൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ഗാശിയ. ആ സൂറത്തുൽ ഗാശിയയുടെ അവസാന ഭാഗത്ത് 21ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒരു ചോദ്യം വളരെ സിമ്പിളാണ്. അഫലാ യൻദുറൂൻ ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇബിലിനെ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ചോദ്യം അല്ലാഹു ചോദിച്ചത്? അത് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. റബ്ബിനെ അറിയണോ? റബ്ബിനെ അറിയണമെങ്കിൽ അവന്റെ റുബൂബിയത്ത്, അവന്റെ രക്ഷാകർതൃത്വം, അവന്റെ സൃഷ്ടിപ്പും അവന്റെ നിയന്ത്രണവും അവന്റെ തദ്ബീറിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഒട്ടകം എന്ന് പറയുന്ന മരുഭൂമിയിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പ്, മരുപ്രദേശം, മരുഭൂമി, അത് ശക്തമായ മണൽക്കാറ്റടിക്കുന്നതാണ്. മണിക്കൂറിൽ 30 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ മണൽക്കാറ്റടിച്ച് വലിയ മണലിന്റെ കൂമ്പാരങ്ങൾ, മലകൾ രൂപപ്പെടും. കാറ്റടിച്ച് ഒരു ഭാഗത്ത് കുമിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ആ മല അവിടെ നിന്ന് നീങ്ങി മറ്റൊരു ഭാഗത്തേക്ക് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത്തരത്തിലുള്ള മണൽക്കാറ്റടിക്കുന്ന പ്രദേശം. ആ മണൽക്കാറ്റടിക്കുന്നിടത്ത് തങ്ങളുടെ കണ്ണിലേക്ക്, മൂക്കിലേക്ക്, ചെവിയിലേക്ക് മണൽ കാറ്റിൽ വരുമ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ ജീവജാലങ്ങൾ മുഴുവൻ അവ മാളങ്ങളിലേക്ക് ഒളിച്ചു പോകും. പക്ഷേ നിവർത്തി പിടിച്ച കണ്ണുമായി ഒട്ടകം ഈ മരുപ്രദേശത്ത് കൂടി സഞ്ചരിക്കും. എങ്ങനെയാണത്? ഭൂമിയിലെ ജീവജാലങ്ങൾക്കൊക്കെ അള്ള മനുഷ്യൻ കൺപോളകൾ നൽകിയത് 2 എണ്ണമാണ്, ഒട്ടകത്തിന് 3 എണ്ണം. ഒട്ടകത്തിന് താഴെയുള്ള മുകളിലുള്ള ആ കൺപോളകൾ കൂടാതെ സുതാര്യമായ മറ്റൊരു മറ കൂടിയുണ്ട്. അതങ്ങ് മൂടിക്കഴിഞ്ഞാൽ മണലിന്റെ തരികള്, ചെറിയ ഡസ്റ്റ് പൊടികളൊന്നും കണ്ണിലേക്ക് പതിക്കാതെ മുൻഭാഗത്തുള്ള കൺപോളകൾ നിവർത്തി വെച്ചുകൊണ്ട് ഈ ശക്തമായ മണൽക്കാറ്റിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒട്ടകത്തെ കൊണ്ട് സാധിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഗൗരവം അറിയുന്നിടത്താണ് അള്ളാഹു ഓരോ ഭൂപ്രദേശങ്ങളിലേക്കും യോജിച്ച, കാലാവസ്ഥകളിലേക്ക് യോജിച്ച അവന്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ മുൻപിൽ വിനയാന്വിതനാകാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്. മരുപ്രദേശം, മരുഭൂമി, അത് വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള ഭൂപ്രദേശമാണ്. വെള്ളത്തിന്റെ അളവ് കുറയും. സ്വാഭാവികമായും മനുഷ്യ ശരീരങ്ങളിൽ നിന്ന്, എല്ലാ ജീവികളുടെ ശരീരങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകും. ഡീഹൈഡ്രേഷൻ സംഭവിക്കും. വെള്ളം കിട്ടാതിരുന്ന ചൂട് കൂടിയാൽ ഇവിടെ വെള്ളമില്ല, ഉള്ള വെള്ളത്തിന്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ഒട്ടകത്തിന്റെ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹാത്ഭുതങ്ങൾ. ഒട്ടകം ഒരു ദിവസം ഏകദേശം ഒരു ആവറേജ് 1 മണിക്കൂറിൽ 8 കിലോമീറ്റർ വലിയ ഭാരം ചുമന്നു. ഒരു ദിവസം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഒട്ടകം നടന്നാൽ 40-50 കിലോമീറ്റർ ഒരു ദിവസം. വലിയ ഭാരവും ചുമന്ന് 50 കിലോമീറ്റർ നടക്കുന്ന ഒരു ഒട്ടകം. ആ ഒട്ടകം 10 ദിവസം വരെ, കഠിനാധ്വാനിയായ ഒട്ടകം 10 ദിവസം വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാനുള്ള സംവിധാനം ആ ശരീരത്തിൽ അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും മൂത്രമൊഴിക്കും. ഒട്ടകം വളരെ ഗ്യാപ്പ്, മനുഷ്യൻ മൂത്രമൊഴിക്കുന്നതിനേക്കാൾ കുറെ ഒന്ന് മൂത്രമൊഴിച്ച് കുറെ സമയം കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവ് മൂത്രമാണ്. അതിന്റെ കാലിന്റെ ഹൈറ്റ് ആ ചുട്ടുപൊള്ളുന്ന ആ മണലിൽ നിന്ന് ശരീരത്തിലേക്ക് ചൂടേൽക്കാതിരിക്കാൻ, ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കുവാനുള്ള സംവിധാനം. വെള്ളം കിട്ടിയാൽ, വെള്ളം കണ്ടാൽ 3 മിനിറ്റിനകം 200 ലിറ്റർ വെള്ളം വലിച്ചു കുടിച്ച്
ശരീരത്തിൽ കൊഴുപ്പാക്കി മാറ്റി അതിന്റെ പൂഞ്ഞയിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. ഇനി കഠിനാധ്വാനമൊന്നുമില്ല, വീട്ടിൽ റെസ്റ്റിലാണോ, 3 മാസം 4 മാസം വരെ ഒട്ടകം വെള്ളം കുടിക്കാതെ, 4 മാസത്തോളം വെള്ളം കുടിക്കാതെ ജീവിക്കുവാനുള്ള പ്രത്യേകമായ ഒരു ഖുദ്റത്തിലുള്ള സംവിധാനമാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതിന്റെ കാൽപാദങ്ങൾ, അതിന്റെ കൺപോളകൾ, അതിന്റെ ചെവിക്കകത്ത് ധാരാളം രോമാവൃതമാണ് ചെവി. ചെറിയ ചെറിയ മണൽത്തരികൾ കാറ്റിൽ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. അഫലാ യൻദുറൂൻ ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന ആ അള്ളാഹുവിന്റെ ചോദ്യം അത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. അതേ, സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഈ ഭൂമുഖത്ത് എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ ജീവിക്കേണ്ടതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവരാണ് റബ്ബുൽ ആലമീൻ. അതാണ് ഫറോവയുടെ ചോദ്യത്തിന് ഉത്തരമായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിനെ നീ ആരാധിക്കണം, അവനെ നീ കീഴൊതുങ്ങണം, നീയല്ല റബ്ബ് എന്ന് പരിചയപ്പെടുത്തിയ സമയത്ത് മൂസാ നബിയോട് ഫറോവയുടെ ചോദ്യമുണ്ട്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയുടെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്, മൂസ നീ പറയുന്ന റബ്ബാര? അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഫറോവയുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ സുമ്മ ഹദാ, എല്ലാറ്റിനും സൃഷ്ടിപ്പ് നൽകി. വെറും സൃഷ്ടിപ്പ് നൽകുക മാത്രമല്ല ചെയ്തത്, സുമ്മഹദാ, എന്നിട്ട് അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്തു. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിനെ ഉമ്മയുടെ മാറിലേക്ക് ചേർത്തി സ്തനങ്ങളുടെ കണ്ണുകൾ ആ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്താൽ അതിങ്ങനെ ഉറിഞ്ച് അതിങ്ങനെ വലിച്ചെടുക്കും. ആരെ പഠിപ്പിച്ച്? പ്രസവിച്ച് മിനിറ്റുകൾ മാത്രം പിന്നിടുന്ന ഒരു കുഞ്ഞിന് അതിനാണ് ഹിദായത്ത്, അതിനാണ് മാർഗദർശനം. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ മുഴുവൻ ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ സുമ്മ ഹദാ എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ചെയ്ത ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ കുറിച്ച് അറിയണം. നേരമളത്ത് എത്ര സമയം ഭക്ഷണം കഴിച്ചു? സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു കാലിച്ചായ കഴിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് വന്നവന് 11 മണിക്ക് വേറൊരു ഭക്ഷണമൊക്കെ കഴിച്ചു. അല്ലെ, ചിന്തിച്ചിട്ടുണ്ടോ? കേവലം ചായയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ് ചായ, വെള്ളമുണ്ട് അതിനകത്ത്, തേയിലയുണ്ട് അതിനകത്ത്, പഞ്ചസാരയുണ്ട് അതിനകത്ത്. ഈ വെള്ളം എവിടെ നിന്ന് വന്നുവെന്ന്, ആ തേയില എങ്ങനെയാണ് ഉണ്ടായത് എന്ന്, ആ പഞ്ചസാര എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന്. ഒരു ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തുകൊണ്ടാ ആ ഭക്ഷണത്തിൻ്റെതായ മര്യാദകൾ പാലിക്കുവാൻ, അതിനെ ഒന്ന് വലതു കൈ കൊണ്ട് എടുത്തു കുടിക്കുവാൻ, അത് നടന്നും നിന്നും തിന്നാതിരിക്കുവാനും കുടിക്കാതിരിക്കുവാനും, അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞു പറയുവാനും പലപ്പോഴും മറന്നു പോവുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്നത് താൻ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച്. അഫലാ യൻദുറൂൻ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അബസയിൽ അല്ലാഹുവിന്റെ ചോദ്യം. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, ഫൽയൻദുറിൽ ഇൻസാൻ അലാ തആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. മഴ പെയ്ത് ഭൂമി ഒന്ന് ഇളകി വിത്തുകൾ മുളച്ച് അത് കായ്ക്കനികളായി വളർന്നു വന്ന് അതിൽ നിന്ന് ഇനബും ഖളുബും സൈതൂനും ഒക്കെ ഉണ്ടായി. എന്തിന്? മതഅൻ ലക്കും, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി, നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം. അത് സബബിനൽ മാ, അവിടുന്ന് ആരംഭിച്ചതാണ്. വെള്ളമില്ലായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ചായ കുടിക്കില്ല, ചോറ് തിന്നൂല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും തിന്നും. ബലിമൃഗങ്ങളെ അറുത്തു, അല്ലെ, പോത്തിനെ അറുത്തു. പോത്ത് തിന്നത് പുല്ല. അബ്ബ എന്ന് അള്ളാഹു പറഞ്ഞത്. അബ്ബ് എന്ന് പറഞ്ഞാൽ പുല്ല്. അറബികൾക്ക് പരിചയമില്ലാത്ത പേരായിരുന്നു. ഖുർആൻ ഇറങ്ങിയ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അബ്ബ്? പുല്ല്. ആ പുല്ല് തിന്നുകൊണ്ട ജീവജാലങ്ങൾ വളരുന്നു. അതെ, റബ്ബിനെ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. റബ്ബിന്റെ റുബൂബിയ്യത്തിനെ അറിയണം. അങ്ങനെ അറിഞ്ഞാലുള്ള നേട്ടം എന്താണ്? ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ റബ്ബിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു അറിവ് തന്നിലുണ്ടായി കഴിഞ്ഞാൽ താൻ ജീവിതത്തിൽ നേരിടുന്ന സർവമാന പ്രതിസന്ധികളുടെ ക്രൈസിസിന്റെ രംഗങ്ങളിലും ആ റബ്ബിന്റെ മുൻപിലേക്ക്, ആകാശത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ്, ഒട്ടകത്തെ സംവിധാനിച്ച റബ്ബ്, മനുഷ്യന്റെ ഭക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ റബ്ബ്, സൂര്യനെ ജ്വലിപ്പിച്ചു നിർത്തിയ റബ്ബ്, ആ റബ്ബ്
ഏത് പ്രതിസന്ധിയിലും എന്റെ സഹായത്തിനുണ്ടായിരിക്കുമെന്നുള്ള അടിസ്ഥാനപരമായ ഒരു ബോധം അത് മനുഷ്യനെ ആശ്വാസമുള്ളവനാക്കുന്നു, അവനെ പ്രതീക്ഷയുള്ളവനാക്കുന്നു, അവനെ സമാധാനമുള്ളവനാക്കി തീർക്കുന്നു, അവനെ നിർഭയത്വമുള്ളവനാക്കി തീർക്കുന്നു. ആ നിർഭയത്വമാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 8 ലക്ഷത്തോളം വരുന്ന ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ രാവിൽ സംഭവിച്ചത്. രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടു. മൂസായുടെ കൂടെയുള്ള ആളുകൾ ഫറോവയുടെ കൂടെയുള്ള അവിടുത്തെ സൈന്യം ഒന്നിച്ച് കൂട്ടിമുട്ടിയ സന്ദർഭത്തിൽ പുതുമുസ്ലിങ്ങളായിരുന്ന ബനൂ ഇസ്രായേലിയർ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഖാല, മൂസാ നബിയുടെ മറുപടി, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, കല്ല, അല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എന്ന് പറയാൻ പറ്റുമോ? എന്റെ റബ്ബ് എന്ന ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? ആ ഒരു ആശ്വാസത്തിൽ, ആ ഒരു തവക്കുലിൽ സമ്പൂർണമായി ഏതേത് പ്രതിസന്ധികളിലും 8 വയസ്സുള്ള കുട്ടി, ആ കുട്ടി രോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം, നമ്മൾ കളക്ഷനൊക്കെ എടുത്ത് 40 ലക്ഷം ഉൾപ്പെടെ കുട്ടി ക്രിട്ടിക്കലായ അവസ്ഥയിലാണുള്ളത്. നമ്മുടെ സഹോദരൻ മുക്കത്ത് ഉസ്മാനത്തുള്ള കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാണ്. ഒരു വലിയ രോഗത്തിന്റെ മുൻപിൽ, ആ രോഗത്തിന്റെ മുൻപിൽ പ്രതീക്ഷ അർപ്പിച്ച പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിൽ പഠിപ്പിക്കുന്നു. അങ്ങ് റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗറിനകത്ത് ഒളിച്ചിരിക്കുമ്പോൾ കാൽക്കീഴിലൂടെ നടന്നു പോകുന്ന അബൂ സുഫിയാൻ, കാൽക്കീഴിലൂടെ നടന്നു പോകുന്ന മക്കത്തെ വലിയ പോക്കിരിമാരായ ആളുകൾ. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ വാചകം സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തിൽ, ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, പേടിക്കണ്ട, ഭയപ്പെടണ്ട, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്നുള്ള ഒരു വളരെ മനസ്സമാധാനത്തോടു കൂടി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവെ സംബന്ധിച്ചുള്ള അറിവ് നമ്മിൽ ഉണ്ടായിരിക്കണമെന്ന്. 2, അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞാലുള്ള നേട്ടം എന്ന് പറയുന്നത് അത് മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗീയമായ ജീവിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് ഇങ്ങനെ അർത്ഥമറിയാതെ ആശയമറിയാതെയുള്ള ഒരു ഏറ്റുപറച്ചിലല്ല, മറിച്ച് അത് മനസ്സിനകത്ത് രൂഢമൂലമാകേണ്ടതുണ്ട്. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഭൗതികമായ ലോകത്ത് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, വീണ്ടും അതിന് കെട്ടടങ്ങി പോകും. കഴിഞ്ഞ ആഴ്ചയിൽ നിലവിളക്ക് കൊളുത്തലുമായി മുസ്ലിം നാമധാരിയായിട്ടുള്ള MLA നിലവിളക്ക് കൊളുത്തു. അത് സാമൂഹികമായ സാഹചര്യം ആവശ്യപ്പെടുന്നു. നിലവിളക്ക് കൊളുത്തിയാൽ എന്താ പ്രശ്നം? അത് കൊളുത്താൻ പാടുണ്ടോ പാടില്ലേ? അവിടേക്കൊന്നും ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. നിലവിളക്ക് അതൊരു ഹൈന്ദവ മതാചാരമാകും. 3 തട്ടുണ്ടാവണം എന്നാണ് നിയമം. താഴത്തെ തട്ട് ബ്രഹ്മാവിനെയും, നടുവിലെ തട്ട് വിഷ്ണുവിനെയും, 3ാമത്തെ മേലുള്ള തട്ട് ശിവനെയും പ്രതിനിധീകരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണിലാണ് ജീവിക്കുന്നത്. അത് 3ൽ നിന്നും പുറത്തേക്കുണ്ടാകുന്ന പ്രകാശം അത് ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു. അതിന് 1 തിരിയിട്ട് കത്തിക്കേണ്ട സമയമുണ്ട്, 2 തിരിയിട്ട് കത്തിക്കേണ്ട സമയമുണ്ട്, 5 തിരിയിട്ട് കത്തിക്കേണ്ട സമയമുണ്ട്, 7 തിരിയിട്ട് കത്തിക്കേണ്ട സമയമുണ്ട്. പ്രഭാതത്തിൽ അതിന്റെ തിരി കിഴക്കോട്ടേക്കായിരിക്കണം, പ്രദോഷത്തിൽ പടിഞ്ഞാറോട്ടായിരിക്കണം. മതനിയമമാണ്. ആ മതനിയമം അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് കേവലം ഒരു മതനിരപേക്ഷതയുടെ പേര് പറഞ്ഞുകൊണ്ട്, എന്താ മതനിരപേക്ഷത? ഇന്ത്യ സെക്യുലർ രാജ്യമാണ്, മതനിരപേക്ഷ രാജ്യം. രാജ്യത്തിന്, ഭരണകൂടത്തിന് മതമുണ്ടാകാൻ പാടില്ല, ഒരു മതവും പാടില്ല, ഈ രാജ്യത്ത് പാടില്ല എന്നല്ല മതനിരപേക്ഷത. മറിച്ച് ഭരണ സംവിധാനത്തിൽ മതമുണ്ടാകാൻ പാടില്ല, ഒരു മതത്തെയും എതിർക്കാനും പാടില്ല. വ്യക്തികൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഭരണഘടനയുടെ തണലിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ജനകീയനാവാൻ വേണ്ടി ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കത്തുണ്ടായിരുന്ന ആളുകൾ കടന്നു വന്നു, വലിയ പ്രമാണിമാര് കടന്നു വന്നു. റസൂലുള്ളാഹിനെ കൊണ്ട് അവർ കുടുങ്ങിയിരുന്നു. കാരണം ആ ഉന്നത വർഗത്തിൽപ്പെട്ട പ്രമാണിത്വത്തിന്റെ അഹങ്കാരത്തിൽ നിന്നിരുന്ന ആളുകൾ ഒഴിച്ച് താഴേക്കുള്ള മധ്യവർഗവും ഏറ്റവും താഴേക്കിടയിലുണ്ടായിരുന്ന അധസ്ഥിത വിഭാഗവും അടിമകളായിരുന്ന ദരിദ്രരായിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകാൻ വേണ്ടി തുടങ്ങി. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രഭയുടെ മുൻപിൽ അവർ പറഞ്ഞു, നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പോകാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ അടുത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ ഒന്നിങ്ങനെ ഇസ്തിലാം ചെയ്തിട്ട്
തൊഴും, ആരാധിക്കും, പ്രാർത്ഥിക്കൊന്നും വേണ്ട. മനസ്സറിഞ്ഞ് ഒന്നും ചെയ്യണ്ട. മനസ്സിൽ വിശ്വാസം ഉണ്ടായ പോലെ പുറത്തേക്ക് എന്തെങ്കിലും ആയാൽ എന്താ എന്ന് ചോദിച്ച് ന്യായീകരിച്ച് മെഴുകുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. റസൂലുള്ളാഹിയോട് പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ അള്ളാഹിനെ വിളിച്ചോളാം. ഈ വിഗ്രഹങ്ങൾ ലാത്തന്റെയും ഉസ്സന്റെയും മനാത്തിന്റെയും ഹുബലിന്റെയും മനാഫിന്റെയും ഒക്കെ വിഗ്രഹത്തിന് മുമ്പ് കൂടെ ചെല്ലുമ്പോൾ ഒന്നിങ്ങനെ അങ്ങനെ കൈകൊണ്ട് അങ്ങനെ വീശിട്ട് ഒന്നങ്ങോട്ട് പോയാൽ ആയത്തിറങ്ങി. വിശുദ്ധ ഖുർആൻ വചനമിറങ്ങി, സൂറത്തിറങ്ങി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു വലാ അന അഅ്ബിദു മാ അഅ്ബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ ആരാധ്യന്മാരെ ഞാൻ ആരാധിക്കുകയില്ല. നിങ്ങളുടെ ആരാധനാ രീതികളെ, അത് കൈ കൊണ്ടുള്ള ഇസ്തിലാമായിരുന്നാലും, അത് തൊഴലായിരുന്നാലും, അത് പൂജ അർപ്പിക്കലായിരുന്നാലും, അത് നിവേദ്യങ്ങളും പായസവും അർപ്പിക്കലായിരുന്നാലും, അത് പൂമാലകൾ ചാർത്തലായിരുന്നാലും, എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ ആരാധനാ രീതികളെയും നിങ്ങളുടെ ആരാധനാ മൂർത്തികളെയും ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല. എന്റെ ആരാധനാ രീതികളെ നിങ്ങളും സ്വീകരിക്കുകയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരു വിശ്വാസിയുടെ പോളിസിയായി. എന്തുകൊണ്ട് ഇത് പറയാൻ സാധിക്കാത്തത്? എന്തുകൊണ്ട് ആധുനിക കാലത്ത് ഇത് പറയാൻ സാധിക്കുന്നില്ല? അത് അള്ളാഹുവെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, മതത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അനാവശ്യമായ തെറ്റിദ്ധാരണകൾ. ഞാൻ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ എന്തു സംഭവിക്കുമെന്ന ഭയം. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കുകയില്ല. ഇതിനു മുൻപ് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കോ ആ വിട്ടുനിൽക്കൽ മുഖേന എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. പരസ്പരമുള്ള മതലയനമല്ല മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവെ സംബന്ധിച്ചുള്ള ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള ഇൽമ്, ആ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള ഇൽമ്, ആ അള്ളാഹുവിന്റെ അഫ്ആലുകളെ സംബന്ധിച്ചുള്ള ഇൽമ്, ആ റബ്ബ് എന്റെ പാപങ്ങളൊക്കെ പൊറുത്തു തരും എന്നുള്ള ഇൽമ്, ആ റബ്ബിനോട് ശിർക്ക് ചെയ്താൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്ക് ചെയ്താൽ അവൻ പുറത്ത് തരികയില്ല എന്ന ഇൽമ്, ആ ഇൽമ് ഉണ്ടാവും. ആ ഇൽമില്ലാത്തത് കൊണ്ടാണ് ഇർതകബതു അനിൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് മംഗൂസ് മൗലൂദിലെ വരികള് അതിങ്ങനെ വലിയ സദസ്സുകൾ ഒരുക്കിയിട്ട് വളരെ ഈമാനോടുകൂടി, ഒരു ഈമാനിന്റെ പരിവേഷത്തോടുകൂടി ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. തെറ്റുകളാകുന്ന വാഹനത്തിൽ ഞാൻ കയറിയിരിക്കുന്നു, ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരിൽ ഉത്തമനായ സയ്യിദായ മുഹമ്മദ് നബിയെ അങ്ങയോട് ഞാൻ അന്യായം പറയുന്നു. ശഖാവത്ത് അശ്കൂ, ഞാൻ അന്യായം ബോധിപ്പിക്കുന്നു എന്ന്. ആ വരികൾക്ക് നേരെ താഴെ കാണുക ശഫാഅത്തു ഹബ്ലനാ, ഞങ്ങൾക്ക് നീ ശഫാഅത്ത് നൽകണം. ശഫാഅത്ത് ഉണ്ടോ? ആഖിറത്തിൽ ഉണ്ട്. എങ്ങനെ ശഫാഅത്ത്? രണ്ട് ഷർത്തുണ്ട് ഇസ്ലാം. ഒന്ന് ഇതിനുണ്ടായിരിക്കണം, ബിഇദ്നി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. സൂറത്തുൽ ബഖറയുടെ 255 ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നതിന് അവൻ ആരാളുള്ളത് എന്ന് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അള്ളാഹുവിൻ ശഫാഅത്തിന്റെ ശുറൂത്ത് പഠിച്ചിട്ടില്ല. നിബന്ധനയാണ് റബ്ബിന്റെ അനുവാദം ഇല്ലാതെ ആർക്കും വായ തുറക്കാൻ പറ്റില്ല. ഇനി അനുവാദം ഉണ്ടായി കഴിഞ്ഞാലോ ആർക്കു വേണ്ടി ശഫാഅത്ത് നടത്തണം? അതിന് അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇന്റെ 28-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. എന്നിട്ട് റബ്ബിന്റെ അടുക്കൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്ക് മാത്രമായി അവൻ അനുവദിച്ചു നൽകുന്ന ശഫാഅത്ത് മുഹമ്മദ് നബിയോട്, മരണപ്പെട്ടു പോയ മുഹമ്മദ് നബിയോട് ഇവിടെ വെച്ചുകൊണ്ട് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം എന്നറിയാം? അറിവില്ലായ്മയാണ്. പരലോക സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, ദീനിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു പാപം പുറത്തു തരും എന്ന് അറിയുന്നതോടൊപ്പം അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധം ഉണ്ടാവും. അള്ളാഹു പാപം പുറത്തു തരുന്നവനാണ് എന്ന അറിവുണ്ടാകും. അല്ലാഹുമ്മഗ്ഫിർലി എന്നവ പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്ന ഭയപ്പാടുണ്ടാകുമ്പോ, ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോ അവൻ തന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ദുനിയാവിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നമായ സന്ദർഭം, അദ്ദേഹം ഇങ്ങനെ കരയാണ്. ആ കരയുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഫബകത് ഇംറഅതു, ഇത് കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, മായുബകീകി, എന്തിനാ നീ കരയുന്നത്? ഖാലത് റഅയ്തുക തബ്കി ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോ ഞാനും കരഞ്ഞു പോയതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി നുബ്ബിഉതു അന്നി വാരിദുഹാ വലം ഉനബ്ബിഉ അന്ന സാദിറുഹാ,
ആ നരകത്തിന്റെ അടുത്തുകൂടി എല്ലാവരും കടന്നു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ അള്ളാഹുവിന്റെ വചനമാണ്. നരകത്തിന്റെ സമീപത്തു കൂടി നടന്നു പോകാത്ത ഒരാളുമില്ല. അത് കാണാത്ത, അത് കണ്ടെത്താത്ത, അതിന്റെ മുകളിലൂടെയുള്ള സിറാത്തിലൂടെ കടന്നു പോകാത്ത ആരുമില്ല എന്നത് ഓർത്തുകൊണ്ട് കരഞ്ഞതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ കരയാൻ സാധിക്കാത്തത് പരലോകത്തെ സംബന്ധിച്ച്, അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയുടെ അഭാവമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, വളരെ തുടർച്ചയായ ചില കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിൽ 4 കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതം ദുരന്തപൂർണമാകാതിരിക്കാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. 1 ഇൽമാണ്. ഇൽമിൽ 1 അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും ധാരാളം പുസ്തകം. അള്ളാഹുവിനെ അറിയുക എന്ന പേരിൽ മലയാളത്തിൽ പുസ്തകങ്ങൾ. തൗഹീദ് സമഗ്ര പഠനം മലയാളത്തിൽ പുസ്തകമാണ്. ധാരാളം പുസ്തകം. ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റബ്ബിനെ കുറിച്ചൊന്ന് അറിയാൻ, താൻ നേരം വെളുത്തത് മുതൽ വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹം ആരാണിത് തന്നത്, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്, ഓരോ വിഷയവും. കേവലം ഒരു ഒട്ടകവും അവന്റെ ഒരു ഭക്ഷണവും മാത്രമൊന്നല്ല. നേരം വെളുത്തുനിന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഉറക്കത്തിൽ എന്താ സംഭവിച്ചത്? അള്ളാഹ് പറയുന്നുണ്ട് സൂറത്ത് സുമറിൽ, ഉറക്കത്തിൽ റൂഹിനെ പിടിച്ചു വെക്കും. ഓരോ ഉറക്കത്തിലും റൂഹിനെ റബ്ബ് തടഞ്ഞു വെക്കും. ആ ഒരു ഭയപ്പാടുള്ളവന് തിന്മയിൽ ജീവിക്കാൻ സാധിക്കുകയും. എന്തുകൊണ്ട് തിന്മയിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു? അവൻ അവന്റെ ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, അവൻ അവന്റെ ഭക്ഷണത്തെക്കുറിച്ചും ചിന്തിച്ചില്ല, അവൻ ഒട്ടകത്തെക്കുറിച്ചും ചിന്തിച്ചില്ല, അവൻ ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹ് അതും ചെയ്തില്ല. അവൻ അവന്റെ ദുനിയാവിലെ കച്ചവടം കുടുംബം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി. അത് അന്ത്യനാളിൽ ദുരന്തത്തിന് കാരണമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടാൻ തദനുസൃതമായ വിശ്വാസവും കർമ്മവുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബനാ والصلاة والسلام الأتمان الأكملان الأدومان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, സ്കൂൾ കോളേജ് അഡ്മിഷൻ്റെ സമയമാണ്. വിദ്യാഭ്യാസം, അറിവ് അനിവാര്യമാണ്. എല്ലാ തലത്തിലുള്ള അറിവും, ഭൗതികമായ അറിവും, അത് മനുഷ്യന് ദുനിയാവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യം. ആ അറിവ് നമ്മുടെ മക്കൾ കരസ്ഥമാക്കേണ്ടത്. ആ അറിവ് കേവലം ഭൗതികന്മാരായി മാറാതിരിക്കുവാനും, ആ അറിവ് മുഖേന ഉണ്ടായിത്തീരേണ്ട പരമമായൊരു ലക്ഷ്യം, അത് റബ്ബിനെ തിരിച്ചറിയൽ. അത് തിരിച്ചറിയണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് സമാന്തരമായ ധാർമ്മിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കും. കോളേജിൽ, ഡിഗ്രി തലത്തിൽ, PG തലത്തിൽ മക്കളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തുന്നു, അത് അവർക്ക് ഓൺലൈനായോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ദീൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ രക്ഷിതാക്കളോട് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസയുടെ അഡ്മിഷൻ സമയമാണ്. നമ്മുടെ മദ്രസ അഡ്മിഷൻ പ്രൊസീജിയറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പ്രീ മദ്രസ മുതൽ 1-ാം ക്ലാസ്സിന്റെ മുൻപ് അൽ ബഹിജത്തുൽ അത്ഫാൽ എന്ന പേരിൽ നമ്മൾ 2 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതിയുണ്ട്. 4 വയസ്സ് പൂർത്തിയായ ഒരു 3.5 വയസ്സൊക്കെ മുതലുള്ള കുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് വളരെ ആഴത്തിലുള്ള, വളരെ കൃത്യമായ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മദ്രസ സംവിധാനം. നമ്മുടെയൊക്കെ മക്കൾ മദ്രസയിൽ ഉണ്ടാകും. 17, 18, 20, 25 വയസ്സായി മക്കളെ നിയന്ത്രണത്തിൽ കിട്ടാതെ വരുമ്പോഴുള്ള പരാതി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ശൈശവത്തിൽ നിന്ന് അവരെ മനുഷ്യരാക്കി മാനസികമായ കുട്ടികളുടെ തലം മാറുന്ന സമയമാണ് 3 വയസ്സ് മുതൽ 4 വയസ്സ്. സ്വഭാവ രൂപീകരണത്തിന്റെ സമയമാണ്. അവൻ എന്താവണം, ആരാവണം ഭാവിയിൽ എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രായമാണ് 3, 4, 5 വയസ്സ് പ്രായം. ആ സമയത്ത് ധാർമ്മികമായ ഒരു ബോധം, നമസ്കാരത്തെ സംബന്ധിച്ച്, റബ്ബിനെ സംബന്ധിച്ച്, ദീനിനെ കുറിച്ച് ഒക്കെയുള്ള ഒരു ബോധമുള്ള മക്കളായി മാറണമെങ്കിൽ നമ്മുടെ മക്കൾ മുഴുവൻ, ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ ചിന്തിക്കുക. മക്കള്, പേരക്കുട്ടികൾ, ജ്യേഷ്ഠന്റെ മക്കൾ, അനുജന്റെ മക്കൾ, പെങ്ങന്മാരുടെ മക്കൾ, അയലൊക്കത്തുള്ള കുട്ടി, ഈ കുട്ടികളൊക്കെ മദ്രസകളിൽ എത്തുന്നുണ്ടോ എന്ന് ഒന്ന് ഇടപെടും.
ഓരോരുത്തരും എന്ന് ഇടപെടുക. അയൽവക്കക്കാരനെ കൊണ്ട് നമ്മൾ ദ്രോഹം ഭാവിയിൽ അനുഭവിക്കാതിരിക്കണമെങ്കിൽ അയൽവക്കത്ത് വളരുന്ന കുട്ടികളൊക്കെ ദീനീബോധമുള്ളവരായി മാറണം. അതുകൊണ്ട് അതൊക്കെ കുറച്ച് ആൾക്കാരെ, കമ്മിറ്റിക്കാരെയും കുറച്ച് ഉസ്താദുമാരെയൊക്കെ പണിയാണ്, ഓലതൊക്കെ ചെയ്തോളും എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ അവനവനിൽ ചില ബാധ്യതകളുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാവണം. ആ മേഖലയിൽ സ്വന്തം മക്കളെ ഏത് മേഖലയിലേക്ക് വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്താലും അതിന് പാരലായിക്കൊണ്ട് മതവിദ്യാഭ്യാസം നൽകാനും മദ്രസയിലേക്ക് കുട്ടികളെ എത്തിക്കുവാനും, നമ്മുടെ ബഹിജയിലേക്ക് 4 വയസ്സ് പൂർത്തിയായ കുട്ടികൾ, നിങ്ങൾ സ്കൂളിൽ പോകാത്ത LKG പ്രായത്തൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മുടെ ബഹിജയിലേക്ക് പ്രത്യേകമായി അഡ്മിഷന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുന്നു. വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഇവിടുന്ന് ചക്കരക്കല്ലിൻ്റെ പരിസര പ്രദേശത്ത് കോട്ടാണിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി അവിടെ ആ ഭാഗത്തുള്ള നമ്മുടെ സഹോദരന്മാർ നമ്മെ സമീപിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബൈത്ത്, അവൻ്റെ ഭവനം, തൗഹീദിൻ്റെ പ്രഭാകേന്ദ്രങ്ങൾ, ദീൻ ഇങ്ങനെ നിന്നിട്ട് ഉറക്ക പിടിച്ച് പറയാനുള്ള സംവിധാനം അതിവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ് അത് നിലനിർത്തും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹാണ് ഖുർആനെ ഇറക്കിയത്. ആ ഖുർആനെ അള്ളാഹ് സംരക്ഷിക്കുന്നു. ആ ഖുർആൻ ഇങ്ങനെ ഒരു പ്രതിനെ എങ്ങനെ സംരക്ഷിക്കുന്നതല്ല ഇതിൻ്റെ അർത്ഥം. ആ പ്രതിയെ സംരക്ഷിക്കും, അതിൻ്റെ തിലാവത്തിനെ സംരക്ഷിക്കും, അതിൻ്റെ വിശദീകരണമായ ഹദീസിനെ സംരക്ഷിക്കും. ആ ഹദീസും ഖുർആനും അറബി ഭാഷയിലാണ്. ആ അറബി ഭാഷയെ അള്ളാഹ് സംരക്ഷിക്കും. ആ അറബി ഭാഷ പഠിക്കാനുള്ള അറബി കോളേജുകൾ ഒന്നൊന്നായി നാട്ടിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ പഠിച്ച് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ ദീനിനെ ശുദ്ധമായ അവസ്ഥയിൽ അള്ളാഹ് നിലനിർത്തും. പള്ളികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പോണ പോക്കിൽ നമ്മൾ നമ്മുടെ റോള് നിർവഹിച്ചുവോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം വാഗ്ദാനം ചെയ്തത്, ഒരു ചെറിയ കുരുവിക്കൂടിന്റെ അത്ര വലുപ്പമുള്ള ഒരു ചെറിയ പള്ളി എടുത്താൽ സ്വർഗത്തിലുള്ള ഒരു ഭവനം ഓഫർ ചെയ്തു. ഒരു സ്ഥലവും അവരുടെ പള്ളി നിർമ്മാണവും ഒക്കെ കൂടി ഏകദേശം അവർക്കൊരു സ്ഥലം മാത്രം 10-30 ലക്ഷം രൂപ ചെലവ് വരും. ഒന്നിച്ചൊക്കെ എടുത്തു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. കഴിവിൻ്റെ മാക്സിമം അങ്ങേത്തല ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ പരിസര പ്രദേശം എന്നുള്ള നിലക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരുടെയും പോക്കറ്റിൽ ഇന്ന് പണമില്ലെങ്കിൽ ആ സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വാങ്ങിയിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് നാം എന്തൊക്കെ ദാനധർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് മുഴുവൻ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.